നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ശബരിനാഥനോട് അരുവിക്കരയിൽ മത്സരിക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. മണ്ഡലത്തിൽ മുൻ MLA എന്ന നിലയിൽ വിജയസാധ്യതയുണ്ട് എന്നാണ് ഹൈക്കമാൻഡ് നിഗമനം. പാർട്ടി നടത്തിയ 3 സർവേകളിലും കെ ശബരിനാഥനാണ് അരുവിക്കരയിൽ മുൻതൂക്കം. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പറയൂ ശ്രീജിത്ത്. SKN നേമം മണ്ഡലത്തിലേക്കായിരുന്നു KS ശബരിനാഥനെ നേരത്തെ പരിഗണിച്ചിരുന്നത്. ഈ ആവശ്യം മുൻനിർത്തി ഇന്നലെ ശബരിനാഥനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഉച്ചയ്ക്ക് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുമായി ഇന്നലെ ശബരിനാഥൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചക്കൊടുവിലാണ് KS ശബരിനാഥനോട് അരുവിക്കരയിലേക്ക് മത്സരിക്കാൻ നിർദ്ദേശം കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയത്. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ മത്സരിക്കാൻ ഉറച്ച് അവിടെ പ്രവർത്തനങ്ങളുമായി സജീവമായി നിൽക്കുകയായിരുന്നു ശബരിനാഥൻ. എന്നാൽ ആ സീറ്റ് CMPക്ക് നൽകി CP ജോൺ അവിടെ മത്സരിക്കുമെന്ന് ഉറപ്പായതോടെ അവിടെ നിന്ന് പിന്മാറേണ്ടി വന്നു. പിന്നീടാണ് ശബരിയെ നേമത്തേക്ക് പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ നേമത്തേക്കാൾ ശബരിക്ക് അനുയോജ്യം അരുവിക്കര മണ്ഡലമാണ് എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ പാർട്ടി നടത്തിയ 3 സർവേകളിലും അവിടെ മുൻപന്തിയിൽ വന്നത് ശബരിനാഥനായിരുന്നു. ശബരിയെപ്പറ്റി അവിടെ നെഗറ്റീവുകളില്ല. മാത്രമല്ല 2 തവണ മണ്ഡലത്തെ പ്രതികരിച്ച് MLA ആയിരുന്നു. 2021 അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായി പരാജയം സംഭവിച്ചത്. ചില സാമുദായിക ധ്രുവീകരണങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് അന്നത്തെ തോൽവി. എന്നാൽ ഇപ്പോൾ ശബരിനാഥന് തീർത്തും അനുകൂലമായ സാഹചര്യമുണ്ട് എന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ശബരിനാഥനോട് അരുവിക്കരയിലേക്ക് മത്സരിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും അന്തിമ പ്രഖ്യാപനത്തിൽ ശബരിനാഥൻ ഒരുപക്ഷെ അരുവിക്കര സ്ഥാനാർത്ഥിയായി രംഗത്ത് വരാനാണ് സാധ്യത. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.